ഇന്നലെ വൈകിട്ട് ഒരു ഓളത്തിന് കയറി വന്നതാ വയനാട്ടിലേക്ക്. ഇവിടെ എത്തിയപ്പോഴാണ് ചെമ്പറ പീക്കിലൊന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. പോണ വഴിയിലാ നോക്കിക്കേ, സൺറൈസ് അടിപൊളി. വയനാട് യാത്ര ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ചെമ്പ്ര പീക്ക്. ഉള്ളിൽ കുറച്ചെങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ഇടം കൂടിയാണ് വയനാട്ടിലെ ഈ ചെമ്പ്ര പീക്ക്. ചെമ്പ്ര പീക്കിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് മേപ്പാടിയിലാണ്. 6 മണിയോടെയാണ് ഞാൻ ഇന്നലെ മേപ്പാടിയിൽ തങ്ങിയ റൂമിൽ നിന്ന് ഇറങ്ങിയത്. മേപ്പാടിയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം റൂം റെൻറ്റ് വളരെ കുറവാണ്. മേപ്പാടിയിൽ നിന്ന് ചെമ്പ്ര പീക്ക് വരേക്കും നല്ല അതിമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചയാണ് നമ്മളെല്ലാം കാത്തിരിക്കുക. ചെമ്പ്ര പീക്കിലേക്കുള്ള ട്രെക്കിംഗ് ഇവിടെ നിന്നാണ് തുടങ്ങുക. ചെമ്പ്ര ട്രെക്കിംഗ് ആരംഭിക്കുന്നത് വയനാട്ടിലെ മേപ്പാടിക്കടുത്തുള്ള വനംവകുപ്പിൻ്റെ ഓഫീസിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ട്രെക്കിങ്ങിനുള്ള ടിക്കറ്റും അനുമതിയും വാങ്ങേണ്ടത്. ദൂരെ ഒരാൾ കിതച്ചു വരുന്നത് കണ്ടോ? കേരളത്തിലെ ഹൈ റേഞ്ചുകളിൽ മഹീന്ദ്രയുടെ ജീപ്പ് ഒഴിച്ചിട്ടുള്ളൊരു ജീവിതം സാധ്യമാണോ? സംശയമാണ്. ചെമ്പ്ര പീക്കിലേക്കുള്ള ഈ നടത്തത്തിൽ, ഈ ട്രെക്കിങ്ങിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുക അവിടെ താഴത്തടച്ച ഫീസാണ്. ശരിക്കും പറഞ്ഞാൽ വനംവകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും ഒക്കെ ഒരു പകൽ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. 800 രൂപയാണ് ഫീസ്. 3 മുതൽ 4 കിലോമീറ്റർ വരെയാണ് ഈ ഒരു ട്രെക്കിങ്ങിൽ നമുക്ക് കവർ ചെയ്യേണ്ട ദൂരം. അതിൽ ആദ്യ കുറച്ച് ഭാഗം തേയിലക്കാടുകൾക്കിടയിലൂടെയാണ്, അതിനുശേഷം ഈ കാണുന്ന ചോലവനങ്ങൾക്കിടയിലൂടെയും. നടത്തത്തിനിടയിൽ മരത്തിൻ്റെ മടക്കുകൾ കണ്ടില്ലേ ഒരാശാനെ? ഒച്ചാശൻ കാര്യമായ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടതിൽ തന്നെ ഏറ്റവും വലിയൊരു ഒച്ച് അതാണിത്. യാത്ര ചെയ്യുന്ന ഭൂപ്രകൃതിയുടെ സ്വഭാവം ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തേയിലക്കാടും ചോലവനവും, അത് കഴിഞ്ഞിതാ ഇപ്പോൾ എത്തിയത് പുൽമേടിലാണ്. ഈ ട്രെക്കിങ്ങിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോഴേ ഒരു കാര്യം മനസ്സിലായി, ഇതെല്ലാവർക്കും പറ്റിയ പണിയല്ല. വയനാടിനെ പൂർണ്ണമായും ആകാശത്ത് നിന്ന് കാണണമെങ്കിൽ തീർച്ചയായും ഈ ചെമ്പ്ര പീക്ക് ട്രെക്കിംഗ് എടുത്തേ മതിയാകൂ. ഭയങ്കര ചെങ്കുത്തായ മലകളാണ് ചെമ്പ്ര പീക്ക് മൊത്തം. അത് കാരണം കൊണ്ട് കാഷ്വലായിട്ട് ഒരിക്കലും ഇതിൻ്റെ മേലെ കയറൽ നടക്കില്ല. പ്ലാൻ ചെയ്ത് വരണം. ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിന് മേലെ കയറാൻ പറ്റുള്ളൂ. അവസാനം ചെമ്പ്ര പീക്കിൻ്റെ അവസാനത്തെ ഒരു ലാപ്പിലെത്തി. ഇതാ പിന്നിൽ കണ്ടില്ലേ ഹൃദയ തടാകം. ഒരു യാത്ര തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവില്ലേ, മനസ്സിൻ്റെ സന്തോഷം, ഒരു ടോപ്പ് ഓഫ് ഇൻട്രസ്റ്റ്. ആ സാധനം ഇപ്പോൾ ഒരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത്ര ഹൈറ്റിലേക്ക് കയറി വരുമ്പോൾ ബ്രീത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ അതിനൊക്കെ ശേഷം ഇതുപോലെ നമുക്ക് ഒരു ഭയങ്കരമായിട്ടൊരു കാശ് കിട്ടുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം, എന്തൊക്കെയൊക്കെ നേടിയൊരു അവസ്ഥയല്ലേ, അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിലാണ് ചെമ്പ്രയുള്ളത്. ഈ കാണുന്നതാണ് ചെമ്പ്ര പീക്ക്, ചെമ്പ്ര കൊടുമുടി, വയനാട്ടിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥലം. ഇതിൻ്റെ താഴ്വാരത്തിലുള്ള പുൽമേട്ടിലാണ് ഹൃദയ തടാകമുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെമ്പ്ര പീക്ക് ട്രെക്കിംഗ് ഇല്ല. അതായത് ചെമ്പ്ര കൊടുമുടിയിലേക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. പ്രവേശനമുള്ളത് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും മാത്രമാണ്. വളരെ അതിമനോഹരമായൊരു വയനാടിൻ്റെ കാഴ്ചയാണ് ചെമ്പ്ര ട്രെക്കിംഗ് നമുക്ക് തരിക. അതിൽ ഏറ്റവും മനോഹരം ഈ ഹൃദയ സരസിൻ്റെ കാഴ്ച തന്നെയാണ്. ലവ് സിംബലിൻ്റെ ആകൃതിയിലുള്ള ഹൃദയ തടാകം. ഇനി സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്കാണ്, രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമേ ഇവിടേക്ക് പ്രവേശനാനുമതിയുള്ളൂ. അതും ഒരു നിശ്ചിത ആളുകളെ മാത്രമേ ഇവിടേക്ക് കയറ്റിവിടൂ. പിന്നത്തെ കാര്യം, 800 രൂപ എന്ന ഭീമമായ ഫീസാണ് ഇവിടെ ഈടാക്കുന്നത്. ഏറ്റവും വലിയ കാര്യം, ഒരു ട്രെക്കിങ്ങിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിക്കുക. ഇതൊരു പ്ലാസ്റ്റിക് നിരോധിത മേഖല കൂടിയാണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ട്രെക്കിംഗ് ജീവിതത്തിൽ ഞാനെടുത്ത ട്രെക്കിങ്ങിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ്. ഈ ഒരു ട്രെക്കിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചുള്ള യാത്രകളിലും എൻ്റെ മനസ്സിലുള്ള ആകെയുള്ളൊരു ചോദ്യം, എന്തിനാകും 800 രൂപ ഈടാക്കിയത്? 100 150 പോട്ടെ 500 രൂപയായാലും കുഴപ്പമില്ല.